ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഈ വീക്കിലി അനാലിസിസ് ചെയ്യുന്നത് ശനിയാഴ്ച രാത്രിയിലാണ്. ഇനി ഒരു ദിവസം നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. ഈ ഒരു ദിവസത്തിനകം വേറെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ട്രംപിനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങേര് വാതർന്ന് എന്താണ് ഇന്ന് രാത്രി പറയുന്നത്, നാളെ രാത്രി പറയുന്നതുകൂടെ ആശ്രയിച്ചിരിക്കും തിങ്കളാഴ്ച നമ്മളുടെ മാർക്കറ്റ്. ഓക്കെ, എനിവേ കറണ്ട് സിനാരിയോ വെച്ച് ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീക്കിലി അനാലിസിസ് ചെയ്യുന്നത്. ഒരു പക്ഷെങ്കിൽ ഇതിന് മാറ്റങ്ങൾ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻ നമുക്ക് തിങ്കളാഴ്ച രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം അതിൻ്റെ അപ്ഡേഷൻ നമുക്ക് വോയിസ് നോട്ടായിട്ട് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പോസ്റ്റ് മാർക്കറ്റ് നമ്മൾ ഓൾറെഡി ഇന്നലെ ചെയ്തു. ഓക്കെ, ധാരാളം പേര് പ്രോഫിറ്റ് ഉണ്ടാക്കി. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പ്രോഫിറ്റിൽ അവസാനിച്ചു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ അല്ലാത്തവരും ഉണ്ട്. ഓക്കെ, എനിവേ എന്തായാലും നിങ്ങൾ കാണിക്കുന്ന സംയമനത്തിന്, ഓക്കെ, ട്രേഡിൽ നിങ്ങൾ കാണിക്കുന്ന സംയമനത്തിന് വളരെയധികം നന്ദിയുണ്ട്. കാരണം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൺട്രോൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ലോസ് ആണെങ്കിൽ തന്നെയും ആ ലിമിറ്റഡ് ലോസിന് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പം കഴിഞ്ഞ ട്രേഡുകളെ പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്കിനി കരടിക്കൂട്ടനെയൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇത് നമ്മുടെ കയ്യിൽ ഇരുന്നോട്ടെ, തലവരെ നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യമുണ്ടത്. അപ്പം കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ കേട്ടവർക്കറിയാം നിങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞിരുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡേ ക്യാൻഡിലോട്ട് നമുക്കൊന്ന് പോവാം. ഓക്കെ, ഡേ ക്യാൻഡിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ആഴ്ച നടക്കാൻ പോകുന്ന ഒന്ന് രണ്ട് ന്യൂസ് ബേസ്ഡ് ഇവൻറ്റുകളോട് നമുക്ക് പറയാം. നിലവിൽ നമുക്ക് മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്? മാർക്കറ്റിൽ നിലവിൽ സംഭവിച്ചത് ഒന്നാമത്തെ കാര്യം, വെള്ളിയാഴ്ച നമുക്ക് പിന്നെ പെട്ടെന്ന് ഒരു സിവിയർ സെല്ലിങ് എങ്ങനെയാണ് വന്നത്? വർക്ക് ചെയ്യുന്നില്ലേ? ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, പെണ്ണ് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ ഇല്ല, പെണ്ണ് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് തന്നെ ഒരു രാത്രിയിൽ ഒരു ന്യൂസ് വന്നു. ഫാർമയ്ക്ക് 100% താരിഫ് അടിച്ചു. ഇവർ ഈ അമേരിക്കയിൽ നിന്ന് വരുന്ന ന്യൂസുകളെല്ലാം ആദ്യം വാലും തലയില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. വാലും തലയില്ലതാണ് ന്യൂസുകൾ വരുന്നത്. നമ്മുടെ H1B വിസയുടെ കാര്യം പറഞ്ഞാൽ തന്നെ അത് ഇതുപോലെ തന്നെയാണ്. H1B വിസയ്ക്ക് 1 ലക്ഷം രൂപ വെച്ച് ഫീസ് തീരുമാനിച്ചു. പക്ഷേ ഇത് ആർക്കാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് എന്നൊന്നും ഒരു തലയും വാലും ഇല്ലാതാണ്. അതിനുശേഷം പിന്നെ അതിൻ്റെ പുറകാലെ ഓരോരോ ക്ലാരിറ്റികൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അത് 1-2 ദിവസം കഴിഞ്ഞ് പതുക്കെ വരത്തുള്ളൂ. അപ്പം വീഴാനുള്ളത് വീഴുകയും റിക്കവർ ചെയ്യാനുള്ളത് റിക്കവർ ചെയ്യുകയും ചെയ്യും. ഈ സമയം കൊണ്ട് ട്രംപിൻ്റെ അണ്ണന്മാർ മാർക്കറ്റിൽ കളിക്കുന്നുണ്ടോ എന്ന് കുറേ അനലിസ്റ്റുകൾ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവർ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ ഇങ്ങനെ ന്യൂസുകൾ ഉണ്ടാക്കുന്നതെന്നും അല്ല ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ ക്ലാരിറ്റി ഇല്ലാതെ പറയുകയും പിന്നെ അതിന് ശേഷം ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്യുന്നതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിനെ തകിടം മറിക്കാനാണോ എന്നൊരു സംശയങ്ങൾ പല കോണുകളിൽ നിന്നും ഉന്നയിച്ചിട്ടുണ്ട്. സത്യമാണോ കള്ളമാണോ നമുക്കറിയത്തില്ല. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പം എന്ത് വന്നത്? ഫാർമയുടെ താരിഫും വന്നത്. ഫാർമയ്ക്ക് 100% താരിഫ് അടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ തന്നെ ഇതാ കിടക്കുന്നു. ഫാർമ സെക്ടറെല്ലാം 8 നില പൊട്ടി താഴോട്ട് കിടക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആകെ 6% മാത്രമേ ഉള്ളൂ നമ്മുടെ കോൺട്രിബ്യൂഷൻ മെഡിസിൻ, അതായത് ബ്രാൻഡഡ് മെഡിസിന് നമുക്ക് 6% മാത്രമേ ഉള്ളൂ നമ്മുടെ കോൺട്രിബ്യൂഷൻ. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉള്ളത് അയർലൻഡിനാണെന്നാണ് ഞാൻ വായിച്ചത്. ഓക്കെ, അതിനുശേഷം പിന്നെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന മെഡിസിനൊക്കെ അത് റീബ്രാൻഡ് ചെയ്താണ് അവിടെ വിൽക്കുന്നത്. അതായത് നമ്മളിവിടുന്ന് സാധനം കയറ്റി വയ്ക്കുന്നു, അവിടെ അമേരിക്കൻ കമ്പനികൾ അവരുടെ പേരിലായിരിക്കും ആ സാധനങ്ങൾ വിറ്റഴിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ചരിത്രമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വല്ലതും തെറ്റ് പറയുന്നെങ്കിൽ നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുക, അറിയാവുന്നവർ. അപ്പം ഞാൻ വായിച്ചതിന് പ്രകാരം 6% മാത്രമേ ഉള്ളൂ ബ്രാൻഡഡ് മെഡിസിൻ്റെ കച്ചവടം നമുക്ക് അമേരിക്കയിൽ. ഇപ്പോൾ അയർലൻഡിനാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇതിനകത്ത് തന്നെ ജനറിക് മെഡിസിൻ ഉണ്ട്. ഈ ജനറിക് മെഡിസിൻ്റെ കാര്യത്തിനകത്ത് തീരുമാനമൊന്നും വന്നിട്ടില്ല. എന്നുള്ള കാര്യമൊന്നും തീരുമാനമൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്.
പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് വരുന്നത് ഞങ്ങൾ താരിഫുമായിട്ടുള്ള ചർച്ച നടത്തുന്ന അവർക്ക് എന്തെങ്കിലും സമവായത്തിലെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഡിസ്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് താരിഫ് മാറ്റി കൊടുക്കും എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയും പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പ്രശ്നകലുഷിതമാണ്. ഇതൊക്കെ മാർക്കറ്റിൽ അൺസർട്ടനിറ്റിയും വോളറ്റാലിറ്റിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണോ എന്ന് നമുക്ക് എന്താ പറയുന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വായിച്ച കാര്യങ്ങൾ നിങ്ങളോട് ഞാനങ്ങ് ഷെയർ ചെയ്യുക, അപ്പോൾ കേട്ട കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഇപ്പോൾ റഷ്യയിൽ ഞാൻ പറഞ്ഞല്ലോ, റഷ്യയിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, റഷ്യയുമായിട്ടുള്ള ഈ പ്രശ്നത്തിനകത്തിൽ ഉക്രൈൻ റഷ്യക്കകത്ത് കയറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അടിച്ചത് അവർ എയിം ചെയ്തത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓയിൽ റിഫൈനറികളിലാണ്. മനസ്സിലായി പറഞ്ഞ് ക്രൂഡ് കുഴിച്ചെടുക്കുന്നിടത്തല്ല, ഈ ക്രൂഡിനെ ശുദ്ധീകരിക്കുന്ന ഏരിയ പ്ലാന്റുകളിലാണ് ഉക്രൈൻ അടിച്ചേക്കുന്നത്. അപ്പോൾ ആ അടി കൊണ്ട് അവർക്ക് കുറച്ച് ഡാമേജ് പറ്റിയിട്ടുണ്ട്. മനസ്സിലായി പറഞ്ഞേ, അപ്പം കുറച്ച് ഡാമേജ് അവർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ പറ്റിയത് അവർ ഓയിൽ റിഫൈനറികളെ ബാധിച്ചത് കൊണ്ട് അവർക്ക് എണ്ണ ശുദ്ധീകരിക്കുന്ന ഓയിൽ റിഫൈൻ ചെയ്യുന്ന അതിനകത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ എണ്ണയ്ക്ക് ഷോർട്ടേജും ഉണ്ട് എന്നിങ്ങനെ ന്യൂസുകൾ വരുന്നുണ്ട് റഷ്യക്കകത്ത്. അപ്പോൾ ക്രൂഡിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഓയിൽ റിഫൈനറിക്കാണ് അടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ഈ പറയുന്ന ക്രൂഡ് ഇന്ത്യയിൽ എത്തിച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് റിഫൈൻ ചെയ്ത് വീണ്ടും റഷ്യക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഒരു പക്ഷെങ്കിൽ ഉരുത്തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മാർക്കറ്റിനെ ബാധിക്കുന്നതെന്നും ഒരു പക്ഷെങ്കിൽ ഓയിലിനെ ക്രൂഡ് ഓയിൽ സെക്ടറിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് പുറത്തു വരുന്ന ന്യൂസുകൾ. അപ്പം തിങ്കളാഴ്ച എന്തായാലും ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താ പറയുക, ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യക്ക് വരുമ്പോൾ ഇന്ത്യ സ്വയം പര്യാപ്തത നേടാനാണ് ശ്രമിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇന്ത്യ സ്വയം പര്യാപ്തം. അപ്പം ഇപ്പോൾ നമുക്ക് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ, നിങ്ങളോടും പറഞ്ഞതുപോലെ തന്നെ ഡിപ്പെൻഡൻസി കുറയ്ക്കുക, മറ്റുള്ളവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഭവം. ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ അരി വരണമെങ്കിൽ തമിഴ്നാട്ടുകാരോ ആന്ധ്രാക്കാരോ വിചാരിക്കണം, ഇല്ലേ? നമ്മുടെ കേരളത്തിൽ അരി ഉണ്ടോ? ഇല്ല. അപ്പം എന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു ആശ്രിതത്വം കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും അത് ചിലവഴിക്കാനും കഴിയുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മഹത്തരമായ കാര്യം അതാണ്. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് അതല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മാർക്കറ്റിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോലെ. അപ്പോൾ നമുക്കിനി ഡെയിലി ക്യാൻഡിലോട്ട് വരാം. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. ഡെയിലി ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. വരയൊന്നും കളയില്ല. വരയെ കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡബിൾ പണി. നമ്മൾ കഴിഞ്ഞ ആഴ്ച വരച്ചതല്ലേ ഉള്ളൂ. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു ഹയർ ഹൈ ഫോർമേഷൻ ഇവിടെ വരുന്നുണ്ട്, അല്ലേ? ഒരു ഹയർ ഹൈ ഫോർമേഷൻ ഇവിടെ ഡെവലപ്പ് ആകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇവനെ അങ്ങോട്ട് മാറ്റും. ഓക്കെ, ഈ ഒരു ഹയർ ഹൈ, ഈ ഹയർ ഹൈയുടെ ഈ ലോ ഇച്ചിരി കൂടിപ്പോയി. നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് കൂടിപ്പോയി. ഒരു ശകലം മോൾ ഇവിടം വരെയൊക്കെ മതിയായിരുന്നു. പക്ഷേങ്കിൽ ഹയർ ഹൈയുടെ ലോയെ ഇച്ചിരി കൂടിപ്പോയി. അപ്പം ഇവിടുന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു തിരിച്ചൊരു റിവേഴ്സൽ വന്ന് നേരെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ്. ഇവിടെ തിരിച്ചു പോയാൽ തിങ്കളാഴ്ച ഒരു പോസിറ്റീവോടുകൂടെ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഹയർ ഹൈ ഫോർമേഷൻ ഉണ്ടായി മാർക്കറ്റ് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാണ്. പക്ഷേങ്കിൽ ഈ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ലോയുടെ നീളം ശകലം കൂടിപ്പോയി എങ്കിലും നമുക്കത് ഒരു ഒന്ന് കണ്ണടയ്ക്കാം. അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് പക്ഷേ എങ്കിൽ പിന്നെ നമുക്ക് വീക്കിലിയിലോട്ടൊന്ന് മാറ്റി നോക്കാം. വീക്കിലിയിലോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി നമുക്കൊന്ന് ട്രെൻഡ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വീക്കിലി അല്ലേ? ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രെൻഡൊക്കെ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ 24,381 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ തന്നെ പല പ്രാവശ്യം വീക്കിലി വന്ന് നോക്കിയേ, ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കേ, കാണാൻ പറ്റുന്നുണ്ടോ? വളരെ കാണിക്കുക. ഇവിടെ വന്ന് പല പ്രാവശ്യം ഈ ഒരു ഏരിയയിലും മാർക്കറ്റ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലേ? ഇതിന് തൊട്ടും ഈ 24 ഈ പറയുന്ന 350 ആ ഏരിയയ്ക്ക് തൊട്ട് മുകളിലും പല പ്രാവശ്യം മാർക്കറ്റ് ഏകദേശം 24,500, 600 റേഞ്ചുകളിലും മാർക്കറ്റ് പല പ്രാവശ്യം ഒന്ന് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് വീക്കിലി ബേസിസിൽ. ഇവിടെ നോക്കിക്കേ, 1, 2, 3, 4, 5, 6, 7 അങ്ങനെ പല പ്രാവശ്യം ഈ ഏരിയയിൽ വന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ വീക്കിലി ക്യാൻഡിൽ നോക്കുമ്പോൾ നല്ല സ്ട്രോങ്
സെല്ലിംഗ് ക്യാൻഡിലായി കാണുന്നത് ഇല്ലേ, നല്ല സ്ട്രോങ് സെല്ലിംഗ് ക്യാൻഡിൽ, ഒരു വിക്ക് പോലും ഇല്ലാതെ സ്ട്രോങ് സെല്ലിംഗ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നല്ലൊരു ബെയറിഷ് ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേങ്കിൽ ഇപ്പം മാർക്കറ്റ് ഓടുന്നത് ന്യൂസ് ബേസ്ഡ് ആണ് ഓടുന്നത്. ന്യൂസുകൾക്കനുസരിച്ചും ട്രംപിൻ്റെ വായിലെ നാക്കുകൾക്കനുസരിച്ചുമാണ് നമ്മുടെ മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിവേ ഈ പ്രീവിയസ് ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്ത ചരിത്രമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ന്യൂട്രൽ സ്റ്റേജ് വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വീക്കിലി ബേസിസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അഥവാ ഇനിയും പൊട്ടിയാലും വീക്കിലി ബേസിൽ 350 ആ റേഞ്ച്, ഇത് 350 350 റേഞ്ച് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ 350 to 400 സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. നമുക്കിനി ഡേയിലോട്ട് നോക്കാം. ഡേയിലോട്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കി, ഈ ഏരിയ എന്ന് പറയുന്നത് നല്ല സപ്പോർട്ടുള്ള ഏരിയയാണ്. പല പ്രാവശ്യം ഇവിടെയൊക്കെ നോക്കിക്കേ, ഇവിടെയൊക്കെ നോക്കി പല പ്രാവശ്യം മാർക്കറ്റ് ഇവിടെ വന്ന് റിജക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ, ഈ ഏരിയ. അതായത് 24,600 24,640 ഈ റേഞ്ചൊക്കെ, 24,500 റേഞ്ചൊക്കെ എന്താണ്, പല പ്രാവശ്യം മാർക്കറ്റിൽ റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അത് നോക്കി, ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ റിജക്ഷൻ, ഇവിടെയൊക്കെ റിജക്ഷൻ, ഇവിടെ റിജക്ഷൻ, ഇവിടെ റിജക്ഷൻ, ഇവിടെ റിജക്ഷൻ. അപ്പോൾ ഈ ഏരിയയിലൊക്കെ എന്താണ്, നല്ല റിജക്ഷൻ ഉള്ള ഏരിയയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 24,350 24,350 വന്ന് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, കാരണം ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്ക്, ഇവിടെ നിന്നുണ്ട്, ഇവിടെ ഓൾമോസ്റ്റ് വന്നു. അങ്ങനെയാണെങ്കിൽ ഇതും വീണ്ടും താഴോട്ട് വന്നാൽ 24,350 24,500 പൊട്ടിക്കും. 24,500 കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈക്കോളജി 24,500 കഴിഞ്ഞപ്പോൾ 24,350 ഈ കട്ട ലൈൻ കണ്ടല്ലോ, ഇവിടം വരെ താഴോട്ട് വന്നാൽ ഇറങ്ങിയാൽ ഈ 24,350 വരെ വരും. ഇല്ല, തിങ്കളാഴ്ച റിവേഴ്സലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമുക്ക് ഇൻട്രാഡേയിലോട്ട് വരാം. ഇൻട്രാഡേയിലോട്ട് വരുമ്പോൾ ഇപ്പോൾ അത്രയും കാര്യം പറഞ്ഞ് മനസ്സിലായല്ലോ. ഇൻട്രാഡേയിലേക്ക് വരുമ്പോൾ എത്ര മാർക്കറ്റ് മുകളിലോട്ട് പോയാലും ഇത് കഴിയാതെ 25,000 കടക്കാതെ നമുക്ക് മാർക്കറ്റ് അപ് ട്രെൻഡാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിക്കോണം. എത്ര മാർക്കറ്റ് പോയി 640 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്, 673 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും ഇവിടെ ഒരു 350 പോയിൻ്റ് ട്രാവലാണ് 25,000 വരെ വരണമെന്നുണ്ടെങ്കിൽ എത്ര മുകളിലോട്ട് കയറിയാലും 25,000 കടക്കാതെ നമുക്കൊരിക്കലും ഒരു ബുള്ളിഷ് ട്രെൻഡ് എന്ന്, മാർക്കറ്റ് പോസിറ്റീവായിട്ട് മാറി എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. 25,000 കടന്നാലും നമ്മുടെ ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ മുകളിൽ ക്ലോസിങ് വരണം. ഡേ ക്യാൻഡിൽ 25,000 മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. അതിൻ്റെ കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ, ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ വളരെ ക്രൂഷ്യലാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്ലോസിങ് കിട്ടിയത് 25,080-90 റേഞ്ചിലാണ് ഈ ട്രെൻഡ് ലൈൻ വരുന്നത്. ഇത് അകലം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഇവിടെ എത്തി ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ള കാര്യം. ഓക്കെ, വേറെ ലൈനുകളൊന്നും ഞാൻ മാറ്റി വരയ്ക്കുന്നില്ല. ലൈനുകളൊക്കെ അവിടെ തന്നെ ഉണ്ട്, പഴയ ലൈനുകൾ തന്നെയാണ്. ഈ ലൈൻ ഇനിയും നമുക്ക് ചുമ്മാ ഇവിടെ കടന്നോട്ടെ ഈ ലൈൻ കേട്ടോ, ചുമ്മാ ഇവിടെ കടന്നോട്ടെ, ഒരു 25,000 റേഞ്ച് അവിടെ കടന്നോട്ടെ, ചുമ്മാ കടന്നോട്ടെ. ബാക്കി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. നിഫ്റ്റിയുടെ ഗതി ഞാൻ പറഞ്ഞല്ലോ, താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 24,350 കട്ട ലൈൻ ഇവിടെ ഉണ്ട്. ഓക്കെ, മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 25,000 കടക്കണം. 25,000 കടന്നാലും ഈ ട്രെൻഡ് ലൈൻ ക്രോസ് ചെയ്തെങ്കിലേ നമുക്ക് കൺഫർമേഷൻ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നിഫ്റ്റിയുടെ കാര്യം എനിക്ക് പറയാൻ. നമുക്ക് വേറെ 1-2 കാര്യം കൂടെ പറയാനുണ്ട്, നിങ്ങൾ ഓടിപ്പോകരുത്. ഓക്കെ, അടുത്തത് ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, കറക്റ്റ് നമ്മുടെ ലൈൻ 54,413 54,389 ഈ 400 റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലൈനിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും പോസിറ്റീവ് മോഡിൽ തന്നെയാണ്. പക്ഷേങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്തുകൊണ്ട് പെർഫോം ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സെക്ടറുകൾ പെർഫോം ചെയ്യാത്തതുകൊണ്ടാണ് അതിൻ്റെ കൂടെ ഈ ഇദ്ദേഹവും പോകാത്തത്. നിഫ്റ്റി പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ബാങ്ക് നിഫ്റ്റി പോകാൻ റെഡി ആയിട്ട് തന്നെ നിൽക്കുകയാണ്, തോളൊക്കെയായിട്ട് പോകാൻ റെഡി ആയിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷേങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഈ സെക്ടർ വൈസ് നോക്കുമ്പോൾ അവർ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയതുകൊണ്ടാണ് ഈ ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ പെർഫോം ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ നിഫ്റ്റിയിൽ പിന്നെ ബാക്കിയുള്ളവർ ബാങ്കിങ് സെക്ടർ പെർഫോം ചെയ്ത് പോകത്തില്ല. പക്ഷേ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ തമ്മിലൊരു ഊർജ്ജം വേണ്ടേ,
മനസ്സിലായില്ലേ? തമ്മിൽ ഇപ്പം 3-4 പേർ ഒന്നിച്ച് നീന്തുമ്പം ഒരാൾ 1-2 പേര് ഇപ്പം ഒരു കൈക്ക് എന്താ പറയുന്നത് ഒരു ആയാസം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ക്ഷീണം വന്നു കഴിഞ്ഞാലോ മറ്റുള്ളവർ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. അപ്പോൾ അവർക്കും ഒരു എന്താ പറയുന്നത് ഒരു ക്ഷീണം തോന്നാറില്ലേ? അല്ലാതെ പിന്നെ ഒന്നിച്ച് അല്ലെങ്കിൽ ഒന്നിച്ച് ട്രാവൽ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒന്നിച്ച് സൈക്കിളിൽ ഒരു റോഡിൽ കൂടെ പോകുന്ന ഒരാൾ ആൾക്കാർ 1-2 പേരൊന്ന് ഉരുണ്ട് വീഴാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മറ്റുള്ളവരോട് എന്ത് ചെയ്യും? ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും ഇല്ലേ? ഒന്ന് അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ തന്നെ സ്വിമ്മിങ്ങിൻ്റെ കാര്യം വിട്ടില്ല. സ്വിമ്മിങ്ങിൻ്റെ കാര്യം അത്ര അത് ഒരു കോമ്പറ്റബിൾ അല്ല, അല്ലെങ്കിൽ അതിനോട് യോജിച്ച് പോകത്തില്ല. പക്ഷേ നമ്മൾ 4-5 പേർ ഒന്നിച്ച് സൈക്കിളിൽ പോകുമ്പോൾ, 5-6 പേർ ഒന്നിച്ച് സൈക്കിളിൽ പോകുമ്പോൾ 1-2 പേരൊന്ന് വീഴുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ബ്രേക്ക് ഡൗൺ ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചെയ്യും? അവർ പെട്ടെന്ന് സ്ലോ ഡൗൺ ചെയ്യും ഇല്ലേ? എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാനോ അല്ലെങ്കിൽ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് സ്ലോ ഡൗൺ എങ്കിലും ഒന്ന് ചെയ്യും മറ്റുള്ളവരോടൊന്ന് റിക്കവർ ആകാൻ വേണ്ടി. അപ്പോൾ അത്ര ചിന്തിച്ചാൽ നിങ്ങൾ ഞാൻ ഈ പറയുമ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുന്നത് ഒരു ഉദാഹരണ ആ രീതി മാത്രം എടുക്കുക, അല്ല എൻ്റെ വലിയ അതിനകത്തോട്ട് കൂലങ്കഷമായിട്ടൊന്നും അതിനെപ്പറ്റി ചിന്തിക്കില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം നിലവിൽ ഇതിനകത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ICICI ബാങ്കാണ് ഏറ്റവും കൂടുതൽ ബാങ്കിനെ പുറകോട്ട് വലിക്കുന്നത്. കാരണം നിഫ്റ്റിയിലെ തന്നെ രണ്ടാമത്തെ വെയിറ്റുള്ള സ്റ്റോക്കാണ് ICICI ബാങ്ക്. ഓക്കെ, അപ്പം റിലയൻസ് പച്ച കത്തിച്ച് നിൽക്കുകയാണ്. അപ്പം പക്ഷേങ്കിൽ ICICI ബാങ്കാണ് ഏറ്റവും കൂടുതൽ പുറകോട്ട് വലിക്കുന്നത്. ഓക്കെ, അപ്പം ഇവർ HDFC ICICI നാളെ ഒന്ന് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസ് കൂടെ ഒന്ന് സഹകരിച്ചാൽ ഒരു പക്ഷേ ഇവരെല്ലാം മുകളിൽ പോകും. അപ്പോൾ തന്നെ IT ഇങ്ങനെ നിൽക്കുകയാണ്. IT ശരിക്കും ഇടിഞ്ഞ് 35 പോയിൻറ്റ്, TCS 58 പോയിൻറ്റ്. അപ്പോൾ ഇത് മൊത്തത്തിലിപ്പോൾ ഒരു പോസിറ്റീവ് മയം വന്നാൽ ഇവരൊക്കെ പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുന്ന് സാധനം മുകളിലോട്ട് കയറിപ്പോവും. അങ്ങനെയാണെങ്കിൽ 55,000 കടക്കണം. ഈ 55,057 ഈ 55,000 കടന്നാലേ നമുക്കൊരു കൺഫർമേഷൻ മുകളിലോട്ട് പറയാൻ പറ്റത്തുള്ളൂ. താഴോട്ട് വീഴുകയാണെന്നുണ്ടെങ്കിൽ 53,660 ഇവിടെ കിടപ്പുണ്ട്. കട്ട ലൈനാണ്. ഓക്കെ, അടുത്താണ് പ്രധാനപ്പെട്ട സംഭവം മിഡ് ക്യാപ്പ്. നിങ്ങൾ എഴുതി വെച്ചോ, ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടായാൽ നിങ്ങൾ അടിവര ഇട്ട് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എഴുതി വെച്ചോ. ഞാൻ വളരെ അസന്നിഗ്ധമായിട്ട് പറയാം, എനിക്കതൊന്നും പറയാറില്ല, സംസാരിക്കാറില്ല ഇല്ലേ? പക്ഷേങ്കിൽ വളരെ അസന്നിഗ്ധമായിട്ട് ഞാൻ പറയുന്നു, ഏതെങ്കിലും രീതിയിൽ പോസിറ്റിവിറ്റി ഉണ്ടായാൽ, മാർക്കറ്റിൽ ഏതെങ്കിലും രീതിയിൽ പോസിറ്റിവിറ്റി ഉണ്ടായാൽ ഈ മിഡ് ക്യാപ്പ് പറക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ സംഭവം ബാധിക്കാൻ പോകുന്നത് മിഡ് ക്യാപ്പിനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ വീക്കെൻഡ്സ് കണ്ടവർക്ക് അറിയാം, ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം ബാധിക്കാൻ പോകുന്നത് മിഡ് ക്യാപ്പിനെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏകദേശം എത്ര പോയിൻ്റ് വീണു നിങ്ങൾ നോക്കി? 1, 2, 3, 4, 5 ഇവിടെയാണ്. 13,200 മുതൽ 13,200 അല്ല 13,200 കൂടി 200 മുതൽ ഇവിടെ എത്ര ക്ലോസ് ചെയ്തെന്ന് 12,500 13,200 12,200 ഏകദേശം 700 പോയിൻറ്റ് മിഡ് ക്യാപ്പ് വീണു. മനസ്സിലായോ? 700 പോയിൻറ്റ് മിഡ് ക്യാപ്പ് വീണു. ഞാനിത് വളരെ കഴിഞ്ഞ ആഴ്ച വളരെ അസന്നിഗ്ധമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന മിഡ് ക്യാപ്പിനായിരിക്കും. മിഡ് ക്യാപ്പിൽ നല്ലൊരു ഫോള് കാണും. അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി ഞാൻ തിരിച്ചു പറയുന്നു, ഈ ഏതെങ്കിലും രീതിയിൽ പോസിറ്റിവിറ്റി ഉണ്ടായാൽ മിഡ് ക്യാപ്പിൽ ഇതുപോലെ തന്നെ ഒരു V ഷേപ്പ് റിക്കവറി നമുക്ക് കാണാൻ പറ്റും. ഇല്ല പോസിറ്റിവിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ മെയിൻ സപ്പോർട്ട് 12,452. ഓക്കെ, ഇത് പൊട്ടിയാൽ 12,352. ഓക്കെ, ഇതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി അടിവാരം നോക്കിയാൽ മതി. പക്ഷെങ്കിൽ പോസിറ്റിവിറ്റി മാർക്കറ്റിലുണ്ടായാൽ, പ്രത്യേകിച്ച് IT സെക്ടറിൽ ഒരു പോസിറ്റീവ് സെറ്റപ്പ് ഉണ്ടായാൽ, കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ADR പോസിറ്റീവാണ്. ഇത്രയൊക്കെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് വീണിട്ടും ADR നോക്കുകയാണെന്നുണ്ടെങ്കിൽ ADR കാണണോ? ADR നമുക്കൊന്ന് നോക്കിയേക്കാം. ADR ഇത് നമുക്ക് ഇൻഫി 35 പോയിൻറ്റ് 2.5%. എത്ര ശതമാനം നമ്മൾ വീണേ? സെക്കൻഡ്, എത്ര ശതമാനം ഇൻഫി വീണത്? എവിടെ? 2.5% ഇൻഫി വീണു അല്ലേ? വീണിട്ടും ADRൽ എന്താണ്? ഒന്നും ഇമ്പാക്റ്റ് ആയിട്ടില്ല. മനസ്സിലായേ? ദാറ്റ് മീൻസ് തിങ്കളാഴ്ച വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഒരു പോസിറ്റിവിറ്റിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ ICICI ബാങ്കും അത്രയും വീണിട്ടും 0.23% ഉള്ളൂ. ഇവിടെ എത്രയാണ് ICICI ബാങ്ക് വീണത്? 1.18% ഫോൾ ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ ADRൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. മനസ്സിലായി പറഞ്ഞേ?
അതുപോലെ തന്നെ റിലയൻസും പോസിറ്റീവാണ്. 1.15% പോസിറ്റീവിലാണ് റിലയൻസ് GDRൽ ക്ലോസ് ചെയ്തത്. അപ്പം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിഫ്റ്റി അണ്ണനും എന്ത് ചെയ്യും, നിഫ്റ്റി അണ്ണനും ഇതാ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഗിഫ്റ്റ് നിഫ്റ്റി 61 പോയിൻറ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഗിഫ്റ്റ് നിഫ്റ്റി 61 പോയിൻറ്റ്. അതുപോലെ തന്നെ ക്ലോസിങ് എല്ലാം ജർമ്മനി ആയാലും കാനഡ ആയാലും എല്ലാം വളരെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡൗ ജോൺസും ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം 300 പോയിൻറ്റ് അപ്പിലാണ്. നാസ്ഡാക്ക് 100 പോയിൻറ്റ് അപ്പിലാണ്. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് ചെയ്തേക്കുന്നത് വെള്ളിയാഴ്ച രാത്രിയിൽ. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ തിങ്കളാഴ്ച ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ പോസിറ്റീവ് ഓപ്പണിങ് ഉണ്ടായാൽ നമ്മളുടെ മിഡ് ക്യാപ്പ് ആയിരിക്കും പറക്കുന്നത്. ഒരു പക്ഷെങ്കിൽ 200 പോയിൻ്റൊക്കെ അപ്സൈഡ് പോയാൽ നമ്മൾ അതിശയിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ആഴ്ചത്തെ വീക്കിലി അനാലിസിസിനെ പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഇന്ന് 3ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ ഇത് രാത്രി തന്നെ ഞാനിത് അപ്ലോഡ് ചെയ്യും. നാളെ രാവിലെ നിങ്ങൾക്ക് ഇത് കാണാൻ, നിങ്ങൾക്ക് നാളെ ഞായറാഴ്ചയല്ലേ, സമാധാനത്തിൽ നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റും. ഓക്കെ, അപ്പം ഒരു ദിവസം നിങ്ങൾക്ക് സമയം കിട്ടും അനലൈസ് ചെയ്യാൻ വേണ്ടി. അപ്പം എല്ലാവർക്കും നാളെ പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, പഠിക്കാതെ വേറെ യാതൊരു മാർഗ്ഗവും ഇല്ല. പഠിത്തത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കുറുക്ക് വഴി മാർക്കറ്റിലില്ല. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. തിങ്കളാഴ്ച. താങ്ക് യു ഓൾ.